തുടർഭരണം ഉറപ്പെന്ന് CPM-ന്റെ വിലയിരുത്തൽ. വോട്ടർ പട്ടിക പരിഷ്കരണം പോളിംഗ് ശതമാനം ഉയരാൻ കാരണമായെന്ന് വിലയിരുത്തിയ നേതൃത്വം ചിലയിടങ്ങളിൽ കടുത്ത മത്സരം നേരിട്ടെന്നും സമ്മതിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി യോഗം നാളെ. 99 സിറ്റിംഗ് സീറ്റുള്ള ഇടതുമുന്നണിക്ക് ചില മണ്ഡലങ്ങൾ ഇത്തവണ നഷ്ടമാകുമെങ്കിലും തുടർഭരണം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ജില്ലാ നേതൃത്വങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് 85 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര, അരുവിക്കര, കാട്ടാക്കട, നേമം മണ്ഡലങ്ങളിൽ വിജയസാധ്യതയിൽ ആശങ്കയുണ്ട്. പൊതുസ്വതന്ത്രർ മത്സരിച്ച തിരുവനന്തപുരം, കോവളം സീറ്റുകളിലും വിജയപ്രതീക്ഷ കുറവാണ്. കൊല്ലത്ത് 6 മുതൽ 9 സീറ്റ് വരെ നേടുമെന്ന് CPM വിലയിരുത്തി. പത്തനംതിട്ടയിൽ 5 നിലനിർത്തും. ആലപ്പുഴയിൽ കുറഞ്ഞത് 5 സീറ്റെങ്കിലും കിട്ടും. അമ്പലപ്പുഴയിൽ ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിക്കുമെന്നാണ് പ്രതീക്ഷ. കോട്ടയത്ത് പാലായും തിരിച്ചുപിടിച്ച് സീറ്റുകളുടെ എണ്ണം 6 ആക്കുമെന്നാണ് കണക്കുകൂട്ടൽ. തൃപ്പുണിത്തുറ കൂടി പിടിച്ചെടുത്ത് എറണാകുളത്ത് 6 മണ്ഡലമാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇടുക്കിയിൽ പീരുമേട് LDF-ന് നഷ്ടമാകുമെന്നാണ് CPM വിലയിരുത്തൽ. കോഴിക്കോട് 3 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമാകാനാണ് സാധ്യത. മലപ്പുറത്ത് LDF 2 സീറ്റിൽ ഒതുങ്ങിയേക്കും. കണ്ണൂരിൽ 10 സീറ്റ് വരെ ലഭിക്കുമെന്ന് കണക്കുകൂട്ടുന്നു. കാസർഗോഡ് LDF-ന്റെ സിറ്റിംഗ് സീറ്റുകളിൽ കടുത്ത മത്സരമുണ്ടായെന്നാണ് വിലയിരുത്തൽ. LDF-ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ വലിയ നഷ്ടം പാർട്ടി പ്രതീക്ഷിക്കുന്നില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.